കേരളത്തിലെ ഏറ്റവും വലിയ ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 6.0. ലേൺവൈസിന്റെ അക്കാഡമിക്സ് ആൻഡ് റിസർച്ച് ടീം നേതൃത്വം നൽകുന്ന ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 6.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എയും അതുപോലെ തന്നെ മെഷീൻ ലേണിംഗ് അൽഗോരിതംസും യൂസ് ചെയ്തുകൊണ്ട് ഡീറ്റെയിൽ അനാലിസിസ് നടത്തി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയിട്ടുള്ള PDF ഫയലുകൾ ലേൺവൈസ് ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിലെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ എത്രയും പെട്ടെന്ന് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ 7592939616 എന്നതാണ്. സോ പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ ലേണേഴ്സിനും ജൂൺ 2026 അപ്പിയർ ചെയ്യുന്ന എല്ലാ ലേണേഴ്സിനും എന്റെ ഭാഗത്തുനിന്നും ലേൺവൈസിന്റെ ഭാഗത്തുനിന്നും എല്ലാവിധ ആശംസകളും. ഹായ്, വെൽക്കം ഓൾ. വെൽക്കം ടു ഇഗ്നോ ഫോക്കസ് 6.0. MSc സുവോളജിയിലെ വളരെ ഇമ്പോർട്ടന്റ് പേപ്പർ ആയിട്ടുള്ള MZ002 പേപ്പർ കോഡ് ആയിട്ടുള്ള ജനറ്റിക്സ് ആൻഡ് അനിമൽ ബയോടെക്നോളജിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. ലേൺവൈസിന്റെ അക്കാഡമിക് ആൻഡ് റിസർച്ച് ടീം മെഷീൻ ലേണിംഗ് ആൽഗരിതംസ് യൂസ് ചെയ്ത് തയ്യാറാക്കിയ ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് ആണ് ഇത്. ബിഫോർ യു ബിഗിൻ, ഈ ഒരു പഠന സഹായി വെറും ഒരു ഗൈഡ് മാത്രമല്ല. ഇതില് ഡിസംബർ 2024 മുതൽ ഡിസംബർ 2025 വരെയുള്ള 3 ടേം ആൻഡ് എക്സാം സെക്ഷനുകളും നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയലും കൂടാതെ 2026 അസൈൻമെന്റ്സും കൃത്യമായിട്ട് വിശകലനം ചെയ്തിട്ടുണ്ട്. ഇതിൽ എക്സാം പാറ്റേൺ, ഹൈ ഈൽഡ് സിലബസ് മാപ്പ്, ഗോൾഡൻ ക്വസ്റ്റ്യൻ ബാങ്ക് എന്നിവ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഈ ഒരു ഹൈ ഈൽഡ് സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് എങ്ങനെ ഉപയോഗിക്കാം? നിങ്ങളുടെ നിലവിലെ പഠന നിലവാരം അനുസരിച്ച് 3 രീതിയിൽ നിങ്ങൾക്ക് ഈ ഡെക്ക് ഉപയോഗിക്കാം. ഒന്നാമത്തേത് 48 സ്പിരിന്റ് ആണ്. സമയമില്ലാത്തവർ ഹൈ ഈൽഡ് ടോപ്പിക്കുകളായിട്ടുള്ള അല്ലെങ്കിൽ ഹൈ ഈൽഡ് യൂണിറ്റുകളായിട്ടുള്ള യൂണിറ്റ് 2, 6, 10, 12, 17 ഇവ മാത്രം പഠിക്കുക. കുറച്ച് സമയമേ ഉള്ളൂ, കുറച്ച് സമയം മാത്രമാണ് നിങ്ങൾക്ക് ഈ പറയുന്ന പ്രോസസ്സിലേക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഹൈ ഈൽഡ് ടോപ്പിക്കുകളായിട്ടുള്ള യൂണിറ്റ് 2, 6, 10, 12 and 17 ഇത് ഏറ്റവും പ്രയോറിറ്റി ലിസ്റ്റിൽ ആദ്യം വരുന്ന ആളുകളാണ്. ഇവരെ മാത്രം പഠിക്കുക. രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് 1 വീക്ക് റിവിഷൻ ആണ്. ഒരു വാരം സമയമുണ്ട് അല്ലെങ്കിൽ ഒരു വീക്ക് നിങ്ങളുടെ കയ്യിൽ സമയമുണ്ട് എന്നുണ്ടെങ്കിൽ സ്ലൈഡുകളിലെ ബ്ലൂ പ്രിന്റ് നോക്കി കൃത്യമായിട്ട് സിലബസ് കവർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. മൂന്നാമത്തെ വഴി ഫുൾ സെമിസ്റ്റർ മാസ്റ്ററി റൂട്ടാണ്. മികച്ച മാർക്കിനായിട്ട് ബ്ലോക്ക് 1, 2 യൂണിറ്റുകൾക്ക് പ്രത്യേക മുൻഗണന നൽകി പഠിക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ മൂന്നാമത്തെ വഴി, അതായത് ഫുൾ മാസ്റ്ററി സെമിസ്റ്റർ മാസ്റ്ററി റൂട്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് തുറന്നു കിട്ടുക. എക്സാം പാറ്റേൺ അറിയണം, എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ സ്ട്രക്ചർ അറിയണം. തുടക്കക്കാരായിട്ടുള്ള അല്ലെങ്കിൽ ആദ്യമായിട്ട് ഈ ഒരു എക്സാമിനെ അഭിമുഖീകരിക്കാൻ പോകുന്നു എന്നുള്ളവർക്ക് കൂടിയാണ് ഈ ഒരു സെഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങളുടെ എക്സാം പാറ്റേണുകൾ അനുസരിച്ചും എക്സാം പേപ്പറിന്റെ സ്ട്രക്ചർ അനുസരിച്ചുമാണ് നിങ്ങളുടെ പഠനത്തെ ഡിസൈൻ ചെയ്യേണ്ടതും നിങ്ങളുടെ ആൻസറിങ് പാറ്റേണിനെ ഡിസൈൻ ചെയ്യേണ്ടതും. അപ്പോൾ എക്സാം പാറ്റേൺ ആൻഡ് സ്ട്രക്ചർ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കാം. നമ്മുടെ പരീക്ഷ 50 മാർക്കിൻ്റെതാണ്. സമയം 2 മണിക്കൂറാണ് ഉണ്ടാകുക. ആകെ 7 ചോദ്യങ്ങൾ ഉണ്ടാകും. അതിലേതെങ്കിലും 5 എണ്ണം എഴുതിയാൽ മതി. ഇതിൽ 38% ചോദ്യങ്ങളും 2 പാർട്ടുകളായി, അതായത് 5+5 എന്ന രീതിയിലാണ് ഉണ്ടാകുക. നേരത്തെ പറഞ്ഞതുപോലെ ഒരു ക്വസ്റ്റിന് 10 മാർക്ക് എന്ന രീതിയിലായിരിക്കും ഡിവിഷൻ വരിക. അതിൽ തന്നെ 38% ചോദ്യങ്ങളും 2 പാർട്ടുകളായിട്ട് 5+5 എന്ന സ്പ്ലിറ്റിലായിരിക്കാം വരിക. 33% ചോദ്യങ്ങൾ ഫുൾ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടായിരിക്കും ചോദിക്കുകയുണ്ടാവുക. അപ്പോൾ ക്വസ്റ്റ്യൻ 1 ഓൾമോസ്റ്റ് എപ്പോഴും ഒരു 5+5 സ്പ്ലിറ്റ് കവറിംഗ് ആയിരിക്കും. അത് 2 സെപ്പറേറ്റ് കോൺസെപ്റ്റിനെ ചോദിച്ചിട്ടുണ്ടാവും. അത് ടിപ്പിക്കലി ബ്ലോക്ക് 1 ഓർ ബ്ലോക്ക് 2 നിന്നാണ് വരുന്നത്. ക്വസ്റ്റ്യൻ 2 to 6 ഒരു ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് മിക്സ് ആയിട്ടുള്ള ഫുൾ 10 മാർക്ക് ആൻസേഴ്സ് പ്രൊവൈഡ് ചെയ്യേണ്ടതായിരിക്കും. അതിൽ തന്നെ 5+5 എന്ന് പറയുന്ന സ്പ്ലിറ്റ് കൂടാതെ അസിമെട്രിക്കൽ ആയിട്ടുള്ള സ്പ്ലിറ്റുകൾ ഉണ്ടാവും. 2 മാർക്കിന്റെ ഒരു സെഷൻ, 8 മാർക്കിന്റെ ഒരു സെഷൻ, 3 മാർക്കിന്റെയും 7ന്റെയും ഒരു സെക്ഷൻ, 4-6ന്റെ സെക്ഷൻ ആയിട്ടോ 7+3 എന്നുള്ള രീതിയിലൊക്കെ ആയിട്ട് ഈ സ്പ്ലിറ്റ് അപ്സ് വരാൻ സാധ്യത ഉള്ളതാണ്. ഇവിടെ നിങ്ങൾക്ക് കൊടുത്തിട്ടുള്ളത് നമ്മളുടെ ഹൈ ഈൽഡ് സിലബസ് മാപ്പ്. ബേസിക്കലി നമ്മളുടെ ബ്ലൂ പ്രിന്റ് ആണ് എക്സാം പേപ്പേഴ്സിന്റെ. ഇതില് എക്സാം പേപ്പർ സ്ട്രക്ചർ നിങ്ങൾ നോക്കുകയാണെങ്കിൽ
ഫുൾ മാർക്ക്, അതായത് 10 മാർക്കിന്റെ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒരു 33% ആണ് ഉണ്ടാവുക. ദെൻ ഷോർട്ട് ആൻസർ അല്ലെങ്കിൽ ഷോർട്ട് നോട്ട്സ് ടൈപ്പ് 4 ടേംസ് ഇൻറ്റു 2.5, 4 ടേംസിന്റെ ഓരോ ടേമിലും 2.5 വെച്ചിട്ടുള്ള സ്പ്ലിറ്റപ്പിൽ വരുന്ന മാർക്കുകൾ ഒരു 10% ഉണ്ടാവാറുള്ളൂ. അസിമെട്രിക്കൽ സ്പ്ലിറ്റ് 2+8, 4+6, 7+3 പോലെയുള്ളത് 90%. അതിൽ 38% 2-part ക്വസ്റ്റ്യൻസ് ആണ്. 5+5 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. ഹൈ ഈൽഡ് സിലബസ് മാപ്പാണ് നമ്മൾ ഇനി ഡിസ്കവർ ചെയ്യാൻ പോകുന്നത്. ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. നമ്മൾ ബേസിക്കലി നമ്മളുടെ എൻ്റെ യൂണിറ്റുകളെ, എൻ്റെ സിലബസിനെ 3ആയിട്ട് തിരിക്കുകയാണ് ചെയ്യുക. ഇവിടെ ചെയ്തിട്ടുള്ളതും അതാണ്. ഈ 3ആയിട്ട് തിരിക്കുക എന്നുള്ളത് ഹൈ ഈൽഡ് ടോപ്പിക്കുകൾ, പരീക്ഷയ്ക്ക് ഉറപ്പായും വരുന്നവ, അതിൽ ബേസിക്കലി നമ്മൾ ഹൈ ഈൽഡ് ടോപ്പിക്കിൽ പെടുത്തുന്നത് പരീക്ഷയിൽ ഉറപ്പായും വരുന്നവയാണ്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു പെർട്ടിക്കുലർ പേപ്പറിൽ യൂണിറ്റ് 6 ഓർഗനൈസേഷൻ ഓഫ് ജീൻ ഷോ ക്വസ്റ്റ്യൻ ആണ്. യൂണിറ്റ് 12 ജീൻ ക്ലോണിംഗ്, ഇത് ഒരു 4 തവണ വീതം നേരത്തെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പൊ അവ കൂടുതൽ ഇമ്പോർട്ടന്റ് ആണ് എന്നും അതിൽ നിങ്ങൾ നിങ്ങളെ തന്നെ പ്രാപ്തരാക്കുകയും ചെയ്യാം എന്നുള്ളതാണ് അതിന്റെ ബേസിക് ഇൻഡിക്കേഷൻ. സെക്കൻഡ് 2 സ്റ്റാർസ് ഇൻഡിക്കേഷനോടുകൂടി നമ്മൾ മീഡിയം ഈൽഡ്, ഇടയ്ക്കിടെ വരാറുള്ളവ, അവയെ കംപ്ലീറ്റ്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒഴിവാക്കാനും പറ്റില്ല. എന്നാൽ വളരെ ഇൻഡെപ്ത് ആയിട്ടുള്ള നോളജ് അതിന് അക്വയർ ചെയ്തില്ല എങ്കിൽ പോലും അതിനുള്ള ആൻസറുകൾ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ലെവലിലുള്ള ക്വസ്റ്റ്യൻസ്. ലോ ഈൽഡ് ആണ് 1 സ്റ്റാറിൽ. ഇപ്പോൾ അപൂർവമായിട്ട് മാത്രം ചോദിക്കുന്നവർ. അപ്പം നമ്മുടെ പഠന സമയത്തിന്റെ ഒരു 50% പകുതിയും ഈ 3 സ്റ്റാർ യൂണിറ്റുകൾക്കായിട്ടാണ് നമ്മൾ മാറ്റി വെക്കേണ്ടത്. അങ്ങനെയാണെങ്കിലാണ് എക്സാമിനെ അറിഞ്ഞ് മാർക്കിന് വേണ്ടിയുള്ള ഒരു പഠന രീതിയിലേക്ക് നിങ്ങൾ മാറുന്നുള്ളൂ. ഇവിടെ കൃത്യമായി ബ്ലോക്കുകളിലെയും യൂണിറ്റുകളിലെയും ക്വസ്റ്റ്യനുകൾ അല്ലെങ്കിൽ യൂണിറ്റ് ടൈറ്റിലുകളിൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള യൂണിറ്റുകളെ നമുക്കൊന്ന് നോക്കിപ്പോവാം. ബ്ലോക്ക് 1 മെന്റൽസ് ലോ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഒരു പ്രാവശ്യമാണ് വന്നിട്ടുള്ളത്, അതും ഡിസംബർ 2025. അത് ലോ ഈൽഡ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ബ്ലോക്ക് 1 യൂണിറ്റ് 2 ജീൻ ആക്ഷൻ ആൻഡ് ഇന്ററാക്ഷൻ, ഇത് ടോപ്പിക് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഹൈ ഈൽഡ് കാറ്റഗറിയാണ്. ബ്ലോക്ക് 1 തന്നെ യൂണിറ്റ് 3 ലോ കാറ്റഗറിയാണ് അല്ലെങ്കിൽ ലോ ഈൽഡ് കാറ്റഗറിയിലാണ് വരുന്നത്. 4 മീഡിയം ഈൽഡ് ആണ്. അത് നമ്മുടെ ലിങ്കേജ്, ക്രോസിംഗ് ഓവർ, മാപ്പിംഗ് ഇൻ യൂകാരിയോട്സ് ഒക്കെ പറയുന്നത് ഡിസംബർ 2025 2 പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ദെൻ യൂണിറ്റ് 5 മ്യൂട്ടേഷൻ ആൻഡ് റിപ്പയർ മീഡിയം ലെവലാണ്. ഓർഗനൈസേഷൻ ഓഫ് ജീൻസ് യൂണിറ്റ് 6 ആണ് ബ്ലോക്ക് 2 വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഹൈ ഈൽഡ് ടോപ്പിക് ആണ്. ദെൻ ജീൻ റെഗുലേഷൻ യൂകാരിയോട്സ് ഓർ പ്രോകാരിയോട്സ്, സെക്സ് ലിങ്ക്ഡ് ഇൻഹെറിറ്റൻസ്, ഇവയെല്ലാം മീഡിയം ഇമ്പോർട്ടൻസ് ഉള്ളവരാണ് അല്ലെങ്കിൽ മീഡിയം ഈൽഡ് പ്രൊവൈഡ് കാറ്റഗറിയിൽ പെടുന്ന ക്വസ്റ്റ്യൻസ് ആണ്. 2 പ്രാവശ്യം വെച്ചിട്ടാണ് ഇവരെ ക്വസ്റ്റ്യൻസ് എക്സാമിനുകൾ ചോദിച്ചിട്ടുള്ളത്. ബ്ലോക്ക് 3 വരുമ്പോൾ നമുക്കറിയാം യൂണിറ്റ് 10 യൂണിറ്റ് 11. അതിൽ തന്നെ ഹ്യൂമൻ ജെനറ്റിക്സ് ആൻഡ് ക്രോമസോമൽ അബ്നോർമാലിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, ഒരു രീതിയിൽ നിങ്ങൾ ഒഴിവാക്കി കളയരുത്. ബ്ലോക്ക് 4 വരികയാണെങ്കിൽ അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് യൂണിറ്റ് 12 ജീൻ ക്ലോണിംഗ് 1. ദെൻ യൂണിറ്റ് 4 ബ്ലോക്ക് 4 യൂണിറ്റ് 17 ജീൻ തെറാപ്പി ആൻഡ് ടിഷ്യൂ എഞ്ചിനീയറിംഗ്, ഓൾസോ എ ഹൈ ഈൽഡ് ടോപ്പിക്. അപ്പൊ ഇതിനെ ആദ്യം നിങ്ങളുടെ പഠന രീതികളിലേക്ക് ഉൾപ്പെടുത്തുക. കഴിഞ്ഞ് ജീൻ ക്ലോണിങ്, സ്ക്രീനിങ് ഓഫ് ക്ലോൺസ്, ദെൻ ജനറ്റിക് എഞ്ചിനീയറിംഗ് ഒക്കെ മീഡിയം ലെവലിലുള്ളതാണ് എങ്കിൽ ജനറ്റിക് എഞ്ചിനീയറിംഗ് 1 അതിന്റെ ബേസിക്സ് എന്ന് പറയുന്നത് അത്രത്തോളം ചോദിച്ച് കണ്ടിട്ടില്ല, ലോ ഈൽഡ് ടോപ്പിക്കുകളാണ് അത്. ഇവിടെ നിങ്ങൾക്ക് കൊടുത്തിട്ടുള്ളത് ഒരു ഫ്രീക്വൻസി ഓവർവ്യൂ ആണ്. നമ്മളുടെ ക്വസ്റ്റ്യൻസിന്റെ ചാൻസസ് അനുസരിച്ചിട്ട് ഒരു ഹൈ ഈൽഡ് ആയിട്ടുള്ള സിലബസ് മാപ്പ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുകയാണ്. ഇതിന് PYQ ഫ്രീക്വൻസി ഹീറ്റ് മാപ്പ് ആണ്. കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന യൂണിറ്റ്, ക്വസ്റ്റ്യൻസ് എത്ര പ്രാവശ്യം വന്നു തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു മാപ്പിൽ നിന്ന് കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കൊടുത്തിട്ടുള്ളത് നമ്മളുടെ പരീക്ഷയ്ക്ക് ഉറപ്പായും വരുന്നവ ഇതിൽ യൂണിറ്റ് 6 യൂണിറ്റ് 12 ആണ്. ഏറ്റവും കൂടുതൽ 4 പ്രാവശ്യം ഈ യൂണിറ്റുകളിൽ നിന്ന് ചോദ്യം വന്നിട്ടുണ്ട്. പിന്നീട് അതിന് തൊട്ട് താഴെ 2, 10, 17 യൂണിറ്റുകളും ഇമ്പോർട്ടന്റ് ആണ്. ബാക്കി 4, 5, 7, 8, 9
ദെൻ 13, 14 ആൻഡ് 16 ഇവരൊരു മീഡിയം ലെവലിലാണുള്ളത്. ഇവർക്ക് മീഡിയം ഈൽഡ് ടൈപ്പ് ഓഫ് യൂണിറ്റ്സ് ആണ്. 1ഉം 3ഉം 15ഉം ആണ് ലോ ഫ്രീക്വൻസി യൂണിറ്റുകളായിട്ട് നിങ്ങൾക്ക് കണക്കാക്കാൻ പറ്റുന്നത്. ഇത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിരിക്കുന്ന ഒരു സിലബസ് ഇവാലുവേഷൻ ആണ്. Then most repeated 5 questions ഒന്ന് organization of epigenetics unit 6, gene cloning and DNA libraries unit 12, gene therapy and tissue engineering unit 17, so human genetics and chromosomal disorder unit 10, and gene action, epistasis and penetrance unit 2 ഉള്ളത് 3 പ്രാവശ്യം. അപ്പോൾ ജീൻ തെറാപ്പിയും ഹ്യൂമൻ ജെനറ്റിക്സും ജീൻ ആക്ഷനും 3 പ്രാവശ്യം വീതവും, ഓർഗനൈസേഷൻ ഓഫ് ജീനും ജീൻ ക്ലോണിങ് ആൻഡ് DNA ലൈബ്രറിയും 4 പ്രാവശ്യം വീതമാണ് നമ്മൾക്ക് കൂടുതലായിട്ട് ചോദിച്ചു വന്നിട്ടുള്ള മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ടോപ്പിക്സ് എന്ന് പറയുന്നത്. സോ നൗ നമുക്ക് പരീക്ഷയ്ക്ക് വരാൻ ഏറ്റവും സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളെ ശ്രദ്ധിക്കാം. ഇവിടെ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടറിന്റെ കാറ്റഗറീസ്, cDNA, ജിനോമിക് DNA, ലൈബ്രറി ക്യൂറേഷൻ, പെനിട്രൻസ്, എക്സ്പ്രസിവിറ്റി, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നോക്കാനുണ്ട്. 1 by 1 ആയിട്ട് നമുക്ക് നോക്കി പോവാം. ഫസ്റ്റ് വൺ ഇസ് ജീൻ ഓർഗനൈസേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മളുടെ ജീൻ ഓർഗനൈസേഷൻ ഓഫ് ജീൻസ് ആണ് എന്നുള്ളത്, അല്ലെ? അപ്പൊ ഈ ഓർഗനൈസേഷൻസ് ഓഫ് ജീനിൽ നിന്ന് പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരും. നമ്മൾ ജനറലി 4 വന്നിരിക്കുന്ന റിപ്പീറ്റഡ് ചോദ്യം എന്ന് പറയുന്നത് discuss the different categories of transcription factors, write a short note on histone modification, ഒരു പ്രാവശ്യം വന്ന ക്വസ്റ്റ്യൻ ആണ്. write a short note on epigenetic modification. Then 4ാമത്തെ ക്വസ്റ്റ്യൻ, write a short note on DNA methylation as epigenetic regulation. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊരു ഏരിയയിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യാം, ഡീവിയേറ്റ് ചെയ്തിട്ട് ഈ ഒരു ടോപ്പിക്കിനെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യണം. ഒരു ചെറിയൊരു ഓവർവ്യൂ ഞാൻ പ്രൊവൈഡ് ചെയ്യുകയാണ്. ഫസ്റ്റ് ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ്. ഇതിനെക്കുറിച്ച് എഴുതുമ്പം വിവിധ കാറ്റഗറി, അതായത് ജനറൽ ആൻഡ് സ്പെസിഫിക് ആയിട്ടുള്ള ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ് ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യണം. എപ്പിജെനറ്റിക്സ്, അതിൽ ഹിസ്റ്റോൺ മോഡിഫിക്കേഷൻ, DNA മെത്തലേഷൻ, ഇതിനെക്കുറിച്ചൊക്കെ എഴുതുമ്പം അവ എങ്ങനെയാണ് ഈ ജീൻ എക്സ്പ്രഷനെ കൺട്രോൾ ചെയ്യാന്ന് കൂടി എക്സ്പ്ലെയിൻ ചെയ്യണം. ഈ ജനറൽ ചോദ്യങ്ങളിൽ ഈ എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞ് ചോദിച്ചാൽ ഓരോ പ്രോസസ്സും തമ്മിലുള്ള ബന്ധം കൃത്യമായിട്ട് വിശകലനം ചെയ്യുക അല്ലെങ്കിൽ കൃത്യമായിട്ട് വ്യക്തമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ് ഈ എക്സ്പ്ലെയിൻ എന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ടൈപ്സിന്റെ മേജർ ആയിട്ടുള്ള ഒരു രീതി, അല്ലെങ്കിൽ അത് ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണ്. 2ാമത്തെ ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് ജീൻ ക്ലോണിംഗ് 1. അതിൽ തന്നെ നമുക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളിൽ ഒന്ന്, ഡിസ്കസ് ഇൻ ഡീറ്റെയിൽ ദ സ്റ്റെപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ ഓഫ് cDNA ലൈബ്രറി, describe the step for construction of a genomic library, mention its advantages and disadvantages. The second question now. 3rd question, what are the steps of gene cloning? Describe the different DNA manipulation enzymes used in this technique. Write a short note on bacterial artificial chromosome, BAC. ഇതാണ് റിപ്പീറ്റിൽ വന്നിരിക്കുന്ന 4 ചോദ്യങ്ങൾ. ഇതിൽ cDNA ആൻഡ് ജിനോമിക് ലൈബ്രറീസ്, ഇവരുടെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ സ്റ്റെപ്സും അഡ്വാൻറ്റേജസും ആപ്ലിക്കേഷൻ ഇതൊക്കെ ഒരു ടേബിളിന്റെ ഫോമിലോ അല്ലെങ്കിൽ പോയിന്റുകളോ ആയിട്ടാണ് എഴുതേണ്ടത്. അതാണ് നിങ്ങളെ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുകയുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ജീൻ ആക്ഷൻ ആൻഡ് ഇന്ററാക്ഷൻ ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യനിൽ ഒരു കാര്യം കൂടി പറയാനുള്ളത്, ജീൻസിന്റെ അല്ലെങ്കിൽ എൻസൈംസിന്റെ ഇൻവോൾവ്മെന്റ് ചോദ്യങ്ങളായിട്ട് വരും. അപ്പൊ ജീൻ ക്ലോണിങ്ങിന് ഉപയോഗിക്കുന്ന വിവിധ DNA മാനിപ്പുലേഷൻ എൻസൈംസ്, അതിനാണ് ഉദാഹരണം നമ്മുടെ ടൈപ്പ് 2 റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ്. ഇത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കണം. ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ടാണ് അതിന്റെ ആൻസറിങ്ങും പോകേണ്ടത്. ദെൻ നെക്സ്റ്റ് വൺ, ജീൻ ആക്ഷൻ ആൻഡ് ഇന്ററാക്ഷൻ. ഇമ്പോർട്ടന്റ് ടോപ്പിക്കിൽ നമുക്ക് 3 തവണ റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ്, പെനിട്രൻസ് ആൻഡ് എക്സ്പ്രസിവിറ്റി. ഡിസ്ക്രൈബ് പെനിട്രൻസ് ആൻഡ് എക്സ്പ്രസിവിറ്റി വിത്ത് suitable examples. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, what is the difference between epistasis and pleiotrophy? Then support your answer with suitable example of each. Explain dominant epitasis with example. ഈ 3 ക്വസ്റ്റ്യനിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് ഡിസ്ക്രൈബ് ദ പെനിട്രൻസ് ആൻഡ് എക്സ്പ്രസിവിറ്റി, ഇത് രണ്ടും തമ്മിലുള്ള ബന്ധം എഴുതുമ്പം കൃത്യമായിട്ടുള്ള ഹ്യൂമൻ എക്സാമ്പിൾസ് നൽകാൻ ശ്രദ്ധിക്കുക.
കമ്പാരിസൺ ആയിട്ട് ടേബിളുകളായിട്ടോ അല്ലെങ്കിൽ വേർഡ്സ് ആയിട്ടോ പോയിന്റ്സ് ആയിട്ടോ നിങ്ങൾക്ക് ഈ ആൻസേഴ്സ് കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. ദെൻ നെക്സ്റ്റ് ഇസ് ഹ്യൂമൻ ജനറ്റിക്സ് ആൻഡ് ക്രോമസോമൽ അബ്നോർമാലിറ്റി. ഈ ഒരു ടൈപ്പ് മേജർ ടോപ്പിക് എന്ന് പറയുന്നത് ഓൾസോ നമ്മുടെ ഹൈലൈറ്റ് ടോപ്പിക്കിൽ വരുന്നത് തന്നെയാണ്. ഡിസ്ക്രൈബ് ദ ഡിഫറെന്റ് സിൻഡ്രോംസ് അസോസിയേറ്റഡ് വിത്ത് ചേഞ്ചസ് ഇൻ ക്രോമസോം നമ്പർ ഇൻ ഹ്യൂമൻ ബീങ്സ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ കാരോടൈപ്പിംഗ്. Third question, distinguish between acute melanoid leukemia, AML, and chronic melanoid leukemia. നമുക്ക് 1 by 1 ആയിട്ട് ഓരോ ചോദ്യങ്ങൾ നോക്കാം. ഫസ്റ്റ് വൺ, സിൻഡ്രോംസ്. സിൻഡ്രോംസ് എന്ന് പറയുന്നത് ഡൗൺ ടേർണർ ക്ലിൻഫിൽട്ടർ സിൻഡ്രോമുകളെ കുറിച്ച് എഴുതുമ്പം അവരുടെ ക്രോമസോം ഘടനയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, ക്രോമസോം നമ്പറിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അത് പ്രത്യേകം എടുത്ത് എഴുതുക. ദെൻ ഡിസ്റ്റിങ്ക്യൂഷ് ക്വസ്റ്റ്യൻ ആണ് നമ്മളുടെ ലാസ്റ്റ് വൺ. അതായത് AML, CML തമ്മിലുള്ള ഒരു ഡിസ്റ്റിങ്ക്യൂഷൻ അല്ലെങ്കിൽ വ്യത്യാസം എഴുതുമ്പം പ്രധാനപ്പെട്ട പോയിന്റുകൾ കമ്പയർ ചെയ്യുന്നത് പോലെ ആയിരിക്കണം നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ കൂടുതലായിട്ടും അക്യൂട്ട് മെലനോയിഡ് ലുക്കീമിയയ്ക്കും ക്രോണിക് മെലനോയിഡ് ലുക്കീമിയയ്ക്കും 2 ബോക്സസ് കൊടുത്ത് മാച്ച് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരേ ഐഡിയ പ്രൊവൈഡ് ചെയ്യുന്നതോ ആയിട്ടുള്ള എല്ലാത്തിനും അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ കണ്ടീഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള പോയിന്റ്സ് എല്ലാം സൈഡ് ബൈ ആയിട്ട് 2 സൈഡുകളിലും കമ്പയർ ചെയ്ത് തന്നെ ആഡ് ചെയ്യുക. അതിനാണ് നമ്മൾ ഡിസ്റ്റിങ്ക്യൂഷ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. ദെൻ ജീൻ തെറാപ്പി ആൻഡ് ടിഷ്യൂ എഞ്ചിനീയറിംഗിൽ മേജർ ആയിട്ട് വരുന്നത് ക്വസ്റ്റ്യൻസ് ഇങ്ങനെയാണ്. ഡിസ്കസ് ദ ഡിഫറെന്റ് ആപ്ലിക്കേഷൻ ഓഫ് ജീൻ തെറാപ്പി, എക്സ്പ്ലെയിൻ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ജീൻ തെറാപ്പി, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ജീൻ നോക്കൌട്ട്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ഓഫ് ജീൻ തെറാപ്പി. ജീൻ തെറാപ്പിയുടെ കംപ്ലീറ്റ് യൂസസ് അല്ലെങ്കിൽ പല പല യൂസസിൽ ഒന്ന് സിംഗിൾ ജീൻ ഡിസോർഡേഴ്സ്, പിന്നെ ക്യാൻസർ മെഡിസിൻസിന് അല്ലെങ്കിൽ ക്യാൻസർ ചികിത്സക്ക് പോയിന്റുകളായിട്ടാണ് നൽകുക. അപ്പൊ കൃത്യമായിട്ട് ജീൻ തെറാപ്പി മെക്കാനിസത്തിൽ നമ്മൾ അതിന്റെ ആപ്ലിക്കേഷനെ പറ്റി വെൽ അവെയർ ആയിരിക്കണം. അത് നമുക്ക് പ്രോപ്പർലി റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുകയും വേണം. ദെൻ എക്സ്പ്ലെയിൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ജീൻ തെറാപ്പി. ജീൻ തെറാപ്പീസ് എന്ന് പറയുന്നതിൽ പല ടൈപ്പ് ഓഫ് ജീൻ തെറാപ്പീസ് ഉണ്ട്. അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മളുടെ ക്വസ്റ്റ്യൻ. സാധാരണയായിട്ട് ഈ ജീൻ തെറാപ്പിയിൽ അവർ യൂസ് ചെയ്യുന്ന സെൽസിന്റെ ബേസിസിലാണ് അവരെ നമ്മൾ എന്ത് ചെയ്യുക, ഡിഫറൻഷിയേറ്റ് ചെയ്യുക. സൊമാറ്റിക് സെൽ ജീൻ തെറാപ്പി, ദെൻ ജേം ലൈൻ ജീൻ തെറാപ്പി, ഇങ്ങനെയാണ് ബേസിക്കലി 2 ടൈപ്പ് ഉള്ളത്. അതില് നമ്മുടെ ശരീരത്തിൽ സാധാരണ സെല്ലുകളുടെ ഉള്ളിൽ അല്ലെങ്കിൽ നമ്മളുടെ റെസ്പിറേറ്ററി ഓർഗന്റെ സെല്ലുകളുടെ ഉള്ളിൽ നമ്മളിപ്പോ എന്തെങ്കിലും ഒരു എക്സാമ്പിൾ മാത്രം കേട്ടോ റെസ്പിറേഷൻ നമ്മൾ പറഞ്ഞത്, എന്തെങ്കിലും രീതിയിൽ നമ്മളുടെ ഉള്ളിലുള്ള സെല്ലുകൾക്കുള്ളിൽ എന്തെങ്കിലും മാറ്റം വരുത്തുന്നത്, ഈ രീതിയിലുള്ള ട്രീറ്റ്മെന്റുകൾ ബേസിക്കലി ആ ഒരു പെർട്ടിക്കുലർ വ്യക്തിയിൽ മാത്രമാണ് നിലനിൽക്കുകയുള്ളൂ. അത് നെക്സ്റ്റ് ജനറേഷനിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നില്ല. അപ്പൊ സിംഗിൾ ജീൻ ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ ക്യാൻസർ എന്നിവയ്ക്ക് ചികിത്സയ്ക്ക് ഇത് വ്യാപകമായിട്ട് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മളുടെ ഈ സ്റ്റെം സെൽ ഐഡിയ പോലെ തന്നെ അല്ലെങ്കിൽ സൊമാറ്റിക് സെൽ ജീൻ തെറാപ്പി മേജർലി ഇതാണ് മുമ്പോട്ട് വെക്കുന്ന ഒരു ഐഡിയ. നെക്സ്റ്റ് വൺ ഇസ് ജേം ലൈൻ ജീൻ തെറാപ്പി അല്ലെ. അതിൽ ശരീരത്തിലെ സ്പേം, എഗ് അല്ലെങ്കിൽ എംബ്രിയോയിലൊക്കെ മാറ്റം വരുന്ന രീതിയാണ്. ഇതിലൂടെ വരുന്ന മാറ്റങ്ങൾ പാരമ്പര്യമായിട്ട് അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടും. എന്നാൽ എത്തിക്കൽ റീസൺസ് ഉള്ളത് കൊണ്ട് ഇതുവരെയും മനുഷ്യർ ഈ രീതിയിലുള്ള പരീക്ഷണങ്ങളൊന്നും നടത്തിയിട്ടില്ല. തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ക്ലാസ്സസിൽ കണ്ടതാണ്. സോ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ മനസ്സിൽ വെക്കുക. അതിനനുസരിച്ചിട്ട് പറഞ്ഞ പോയിന്റ്സ് ഒക്കെ ബേസിക്കലി ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം നിങ്ങളുടെ ആൻസർ നമുക്ക് കിട്ടാനായിട്ട്. ദെൻ നെക്സ്റ്റ് വൺ ഇസ് ജീൻ നോക്കൌട്ട്. ജീൻസിലുണ്ടാവുന്ന ചേഞ്ചസിനെ അഡ്രസ് ചെയ്യുന്ന രീതികൾ, അതിലൊരു ഷോർട്ട് നോട്ട് ക്രിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. നമ്മളുടെ ജീൻ നോക്കൌട്ട് മെക്കാനിസത്തിൽ നമ്മളുടെ ഒരു ജീവിയുടെ ജനറ്റിക് സ്ട്രക്ചറിന് ഒരു പ്രത്യേക ജീനിനെ കോൺഷ്യസ്ലി എടുത്ത് മാറ്റി വെക്കാനോ അല്ലെങ്കിൽ അതിനെ പൂർണ്ണമായിട്ട് ഇനോപ്പറേറ്റീവ് ആക്കാനോ ഒന്നും പറ്റില്ല. അതിന് ചെയ്യുന്ന ഒരു ജനറ്റിക് എഞ്ചിനീയറിംഗ് രീതിയാണ് നമ്മൾ ഈ നോക്കൌട്ട് എന്ന് പറയുന്നത്. നോക്കൌട്ടിന്റെ ഇമ്പോർട്ടൻസ് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ജീൻ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റഡി ഫംഗ്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം എന്നുള്ളതാണ്.
അപ്പൊ നോക്കൌട്ടിങ് മെക്കാനിസത്തിനെ പറ്റിയും നിങ്ങൾ പറയണം. ജീൻ നോക്കൌട്ട്, ജീൻ നോക്കൌട്ടിങ്, നോക്ക് ഡൗൺ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ നമ്മൾ ജീൻ നോക്കൌട്ടിനെ പറ്റി മാത്രമാണ് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എഴുതുമ്പോൾ കൃത്യമായി നിങ്ങൾ എന്ത് ചെയ്യുക, പോയിന്റുകളായിട്ട് കൊടുക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ പോയിന്റുകളായിട്ട് തന്നെ കൊടുക്കുക. ഈ FDA പ്രോഡക്ട്സിനെ പറ്റിയിട്ടും നമുക്ക് എഴുതുന്ന സമയത്ത് കുറഞ്ഞതൊരു 2-3 പോയിന്റുകളെങ്കിലും അതിൽ ഇൻക്ലൂഡ് ചെയ്ത്, കൂടുതൽ പോയിന്റുകൾ ഇൻക്ലൂഡ് ചെയ്യാന്നുള്ളത് 2-3 പോയിന്റുകൾ മാത്രം ഇൻക്ലൂഡ് ചെയ്യാന്നുള്ളതല്ല, മാർക്കിനനുസരിച്ച് എത്രത്തോളം ആണോ നിങ്ങൾ ഒരു വോളിയം ഉദ്ദേശിക്കുന്ന ഒരു ക്വസ്റ്റിന്റെ ആൻസറിന് അത്രയും എന്നുള്ള രീതിയിൽ അതിനെ ഇലാബറേറ്റ് ചെയ്ത് എഴുതുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് നമ്മളുടെ വന്നിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് ലിങ്കേജ്, ക്രോസിംഗ് ഓവർ ആൻഡ് മാപ്പിംഗ്. ലിങ്കേജ് മാപ്പ് അത് വന്നിരിക്കുന്ന 2 ചോദ്യങ്ങളാണ്. ഹൗ വിൽ യു പ്രിപ്പയർ എ ലിങ്കേജ് മാപ്പ് ബേസ്ഡ് ഓൺ 3-factor മാപ്പിംഗ്? Second one is how can pedigree analysis used to detect the inheritance of genetic traits? അത് കൃത്യമായിട്ട് നോക്കുക. കൃത്യമായിട്ട് നോക്കുമ്പോൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യങ്ങൾ, ഒന്ന് എന്താണ് ജനറ്റിക് മാപ്പിംഗ് എന്ന് പറയേണ്ടതുണ്ട്. 3-factor മാപ്പിംഗ് യൂസേജ് ലിങ്കേജ് മാപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന രീതി ശരിക്കും പറഞ്ഞാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ളതാണ്. അത് വളരെ ഡീറ്റെയിൽഡ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെ പ്രൊഡ്യൂസ് ചെയ്ത് കൃത്യമായിട്ട് അതിനെ ഡീറ്റെയിൽ ചെയ്യാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൗ കെൻ പെഡിഗ്രി അനാലിസിസ് ബി യൂസ് ടു ഡിറ്റക്ട് ദ ഇൻഹെറിറ്റൻസ് ഓഫ് ജനറ്റിക് ട്രേറ്റ്സ് എന്ന് പറയുന്നതിൽ മനുഷ്യരിലെ ഈ ജനറ്റിക് ട്രേറ്റ്സ് കണ്ടെത്താനായിട്ട് പെഡിഗ്രി ചാർട്ടുകൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ പെഡിഗ്രി ചാർട്ട് ആണ് യൂസ് ചെയ്യുന്നത് എന്നും അത് എങ്ങനെയൊക്കെ യൂസ് ചെയ്യാമെന്നും നമ്മളുടെ ഫിഗേഴ്സ് അല്ലെന്നുണ്ടെങ്കിൽ ഇല്ലസ്ട്രേഷൻസ് ഒക്കെ സഹിതം നിങ്ങൾക്ക് വിശദീകരിക്കാവുന്നതാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ. ദെൻ മ്യൂട്ടേഷൻ ആൻഡ് റിപ്പയർ. മ്യൂട്ടേഷൻ ആൻഡ് റിപ്പയർ എന്ന് പറയുന്നത് 2 ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ്ലി വന്നിട്ടുള്ളതിൽ ഒന്ന്, ഡിസ്ക്രൈബ് ദ ഡിഫറെന്റ് മെക്കാനിസംസ് റെസ്പോൺസിബിൾ ഫോർ ദ റിപ്പയർ ഓഫ് DNA ഡാമേജ് വിത്ത് suitable diagrams. Write a short note on transposable elements. ഇവിടെ DNA റിപ്പയർ എന്ന് പറയുന്നത് BER, NER, MMR തുടങ്ങിയിട്ടുള്ള റിപ്പയർ മെക്കാനിസങ്ങൾ കൃത്യമായിട്ട് വിശദീകരിച്ചിട്ട് വേണം നമ്മൾ ചെയ്ത് കൊടുക്കാനായിട്ട്, നമ്മളുടെ ആൻസർ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട്. സ്യൂട്ടബിൾ ഡയഗ്രംസ് ഓൾസോ ഇതിനെ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ്. അതനുസരിച്ച് ഒരു വലിയ പാരഗ്രാഫിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന അല്ലെങ്കിൽ കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ടുള്ള ഒരു കാര്യത്തെ ഒരു ചെറിയ ഇല്ലസ്ട്രേഷനിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി കൺവേ ചെയ്യാൻ പറ്റും. അതൊരു ലൈഫ് ഹാക്ക് ആണ്. നിങ്ങളുടെ എക്സാംസിന് അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റിയാൽ വളരെ നന്നായിട്ട് നിങ്ങൾക്ക് ആ ഒരു എക്സാം അതിനെ അപ്പിയർ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. ദെൻ ട്രാൻസ്പോസിബിൾ എലമെന്റ്സ്, ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു ഷോർട്ട് നോട്ട് എഴുതുമ്പോൾ കൃത്യമായിട്ട് അവരെ പറ്റിയിട്ടുള്ള എല്ലാ ഇമ്പോർട്ടന്റ് ഫീച്ചേഴ്സും മെൻഷൻ ചെയ്ത് പോവുക എന്നുള്ളതാണ്. സോ നെക്സ്റ്റ് വൺ ഇസ് ജീൻ റെഗുലേഷൻ ഇൻ പ്രൊക്യാരിയോട്സ്. ഈ കാറ്റഗറിയിൽ 2 ക്വസ്റ്റ്യൻസ് ആ വന്നിട്ടുള്ളത്. വാട്ട് ഇസ് എൻ ഒപ്രോൺ വിത്ത് suitable diagram? Explain how gene expression is regulated in the tripopron by the amino acid tryptophan. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, explain the organization of different genes in a lacopron. So first one, operon concept. Lacopron, tripopron ഒക്കെ കൃത്യമായിട്ട് എഴുതുമ്പോൾ നിങ്ങൾ അതിൽ ലേബൽ ചെയ്തിട്ടുള്ള ഇമേജസ് അല്ലെങ്കിൽ ഇല്ലസ്ട്രേഷൻസ് കൂടി വരയ്ക്കാൻ മറന്നു പോകരുത്. അത് കൃത്യമായി ഒരു നല്ല മാർക്കിലേക്ക് നിങ്ങളെ നയിക്കാൻ പറ്റുന്ന ഒരു ഹാബിറ്റാണ്. ദെൻ കമ്പാരിസൺ പ്രൊവൈഡ് ചെയ്യാം. ട്രിപ്പോപ്രോൺ എങ്ങനെയാണ് ലാക്കോപ്രോണിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് എന്നുള്ള മോഡ് ഓഫ് റെഗുലേഷൻ മെക്കാനിസം ആണ് ബേസിക്കലി. അപ്പോൾ അതെല്ലാം താരതമ്യം ചെയ്തുകൂടി നിങ്ങൾ അതിനെ എഴുതുക. അപ്പോൾ ജനറൽ ആയിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജീൻ റെഗുലേഷൻ ഇൻ യൂക്കാരിയോട്സ് ഉണ്ട്. ജീൻ റെഗുലേഷൻ ഇൻ യൂക്കാരിയോട്സ് എന്ന് പറയുന്നത് അവർ നമ്മളുടെ ക്വസ്റ്റ്യൻസ് 2 രീതിയിലാണ് വന്നിട്ടുള്ളത്. ഡിസ്ക്രൈബ് ഓൾട്ടർനേറ്റീവ് സ്പ്ലൈസിംഗ് ആസ് എ മെക്കാനിസം ഫോർ റെഗുലേഷൻ ഓഫ് ജീൻ എക്സ്പ്രഷൻ ഇൻ യൂക്കാരിയോട്സ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇസ് ഡിസ്ക്രൈബ് ദ മെക്കാനിസം ഓഫ് ജീൻ നോക്ക് ഡൗൺ ബൈ RNA ഇന്റർഫറൻസ്. നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ ജീൻ നോക്ക് ഔട്ട് കണ്ടിരുന്നു, ഇവിടെ ജീൻ നോക്ക് ഡൗൺ. അപ്പം ഇവിടെ കൃത്യമായിട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നിങ്ങൾ ഓൾട്ടർനേറ്റീവ് സ്പ്ലൈസിംഗ് മെക്കാനിസം റെഗുലേഷന് വേണ്ടി യൂസ് ചെയ്യുന്നതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ കൊടുക്കുക, ഡിസ്ക്രൈബ് ചെയ്യാം. ദെൻ അതിലും നേരത്തെ പറഞ്ഞതുപോലെ പോയിന്റ്സിലോ അല്ലെങ്കിൽ പാരഗ്രാഫ്സിലാണ് എന്നുണ്ടെങ്കിൽ അത്ര വൃത്തിയായിട്ടോ നിങ്ങൾ അതിനെ പ്രൊഡ്യൂസ് ചെയ്യേണ്ടതുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ദ ജീൻ നോക്ക് ഔട്ട് ബൈ RNA ഇന്റർഫറൻസ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കൃത്യമായിട്ട് ഈ നോക്ക് ഔട്ട് കണ്ടീഷൻ അല്ലെങ്കിൽ നോക്ക് ഔട്ട് എന്ന് പറയുന്നത് നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. നോക്ക് ഡൗൺ എന്ന് പറയുന്നത് ജീൻ നോക്ക് ഡൗൺ, ബേസിക്കലി ജീൻ നോക്ക് ഡൗൺ എന്ന് പറയുന്നത്
സെല്ലിൽ ഒരു പ്രത്യേക ജീനിന്റെ എക്സ്പ്രഷൻ താൽക്കാലികമായിട്ട് കുറയ്ക്കുന്ന രീതിയാണ് നമ്മൾ കണ്ട ജീൻ നോക്കൗട്ട്. എന്നാൽ ജീൻ നോക്ക് ഡൗൺ എന്ന് പറയുന്നത് ആ ജീനിനെ ഇല്ലാതാക്കുന്നതിന് പകരം അതിന്റെ പ്രവർത്തനം വലിയ രീതിയിൽ തടസ്സപ്പെടുത്തുകയോ കുറയുകയോ ഒക്കെ ചെയ്യുന്നതാണ്. അതിൽ ഈ RNA ഇന്റർഫെറൻസ് ജീൻ നോക്ക് ഡൗൺ നടപ്പിലാക്കാൻ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മാർഗമാണ് ഈ RNA ഇന്റർഫെറൻസ് എന്ന് പറയുന്നത്. ഇതിനെ കുറിച്ച് പരീക്ഷയിൽ ഒരു ഷോർട്ട് നോട്ട് നമുക്ക് അതെന്തായാലും ഒരു ഷോർട്ട് നോട്ട് നമ്മൾ എപ്പോഴും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നതാണ്. അപ്പൊ ഈ രീതിയിൽ ജീനിലുള്ള mRNA എയിം ചെയ്തുകൊണ്ട് അതിനെ നശിപ്പിക്കുകയോ അല്ലെങ്കിൽ അതിന്റെ പ്രോട്ടീൻസ് പ്രൊഡക്ഷൻ നിർത്തുകയോ ഒക്കെ ചെയ്യുന്ന RNA മോളിക്യൂൾസിനെയാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇത് കൃത്യമായിട്ട് ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെ നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നോക്കുക. ദെൻ നെക്സ്റ്റ് നമ്മളുടെ സെക്സ് ലിങ്ക്ഡ് ഇൻഹെറിറ്റൻസ്. ഇവിടെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള രീതിയിൽ 2 ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. ബേസിക്കലി നമുക്ക് explain in brief about the Lion hypothesis, then discuss the molecular mechanism of X chromosome inactivation. കൃത്യമായും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ക്വസ്റ്റ്യൻസും എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ഫ്രീക്വൻസി വെച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇവിടെ എക്സ്പ്ലെയിൻ ഇൻ ബ്രീഫ് അബൌട്ട് ലയോൺ ഹൈപ്പോത്തസിസ് എന്ന് പറയുമ്പം ബേസിക്കലി 2 കാര്യങ്ങളുണ്ട്. ഒന്ന് ഡോസേജ് കോമ്പൻസേഷൻ, എക്സ്ക്രോം ഇനാക്ടിവേഷൻ. 2 കാര്യങ്ങളിലാണ് നമ്മൾ ഈ പറയുന്ന രീതിയിലുള്ള ലിയോൺ ഹൈപ്പോത്തസിസ് കൃത്യമായിട്ട് എടുത്തു പറയുന്നത്. ഇത് നമ്മളുടെ യൂണിറ്റ് 9 ടോപ്പിക്കാണ്. സെക്സ് ലിങ്ക്ഡ് ഇൻഹെറിറ്റൻസിൽ വരുന്ന ടോപ്പിക്കാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഫസ്റ്റ് വൺ ഞാൻ നേരത്തെ പറഞ്ഞ ഡോസേജ് കോമ്പൻസേഷൻ. നമ്മളുടെ പ്ലാസന്റൽ മാമൽസിലെ ക്രോമസോംസിന്റെ നിലവാരത്തിലുള്ള ജനതിക ഇക്വാലിറ്റി ഉറപ്പാക്കുന്ന ഒരു പ്രക്രിയയാണ്, അല്ലെങ്കിൽ ഇക്വലൻസ് ഉറപ്പാക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ പറയുന്ന ഡോസേജ് കോമ്പൻസേഷൻ. എക്സ് ക്രോമസോം ഇനാക്ടിവേഷൻ എന്ന് പറയുന്നത് അത് തന്നെയാണ് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഡിസ്കസ് ദ മോളിക്കുലർ മെക്കാനിസം ഓഫ് എക്സ് ക്രോമസോം ഇനാക്ടിവേഷൻ. സ്ത്രീകളിൽ 2 ക്രോമസോംസ് എക്സ് ക്രോമസോംസ് ഉള്ളപ്പോൾ പുരുഷന്മാരിൽ അത് ഒന്നേ ഉള്ളൂ. അപ്പൊ ഈ വ്യത്യാസം പരിഹരിക്കാനായിട്ട് ഭ്രൂണാവസ്ഥയിൽ തന്നെ സ്ത്രീകളിലെ 2 എക്സ് ക്രോമസോമുകളിൽ നിന്നും 1 ഇനാക്ടിവേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ലിയോൺ ഹൈപ്പോത്തസിസ് എന്ന് വിളിക്കുന്നത്. ഇവിടെ മോളിക്കുലർ മെക്കാനിസം ഉണ്ട്. അതായത് നമ്മളുടെ പ്രവർത്തനരഹിതമായിട്ടുള്ള ഈ എക്സ് ക്രോമസോം ഒരു ബാർ ബോഡി ആയിട്ട് മാറുന്നു. ഇതിന്റെ മോളിക്കുലർ മെക്കാനിസം എപ്പോഴും പരീക്ഷകളിൽ ചോദിക്കാറുണ്ട്. നമ്മളുടെ ഈ ഗോൾഡൻ ക്വസ്റ്റ്യൻ ബാങ്കിൽ നമ്മൾ അത് കൂടാതെ പ്രിഡിക്റ്റീവ് പ്രാക്ടീസ് സെറ്റിൽ ഓൾസോ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് മുമ്പ് പോകുന്ന സമയത്ത് കാണാനായിട്ട് സാധിക്കും. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് ആയതുകൊണ്ട് തന്നെയാണ് നമ്മൾ അതിനെ എടുത്തെടുത്ത് പറഞ്ഞ് നമ്മൾ ഇതിലേക്ക് തന്നെ അതിനെ ജോയിൻ ചെയ്ത് വെക്കുന്നത്. അപ്പം ഇതാണ് ബേസിക് ആയിട്ട് നമ്മളുടെ ക്വസ്റ്റ്യൻസിനെ പറ്റി നമുക്ക് ചോദിക്കാനുള്ളത്. ഇനി ഇതിൽ പൊതുവായ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയട്ടെ. ഇപ്പൊ നമ്മൾ ചോദിച്ച ചോദ്യങ്ങളെ പറ്റി നമ്മൾ കണ്ടിരുന്നെങ്കിൽ പോലും പൊതുവായിട്ട് ഈ ഡിസ്കസ് എന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മെറിറ്റ്സും ഡിമെറിറ്റ്സും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ബാലൻസ്ഡ് അനാലിസിസ് ആണ് നിങ്ങൾ നൽകേണ്ടത്. ഉത്തരങ്ങൾ ഒരു 400 to 600 വേർഡ്സിൽ ഒതുക്കാനായിട്ടും ശ്രമിക്കാം. എപ്പോഴും ക്വാളിറ്റി ആണ് ക്വാണ്ടിറ്റിക്ക് മേലെ നിൽക്കുന്നത്. അപ്പൊ കൃത്യമായിട്ട് എന്ത് ചെയ്യാം, ഓരോന്നിനെയും കൃത്യമായ അനാലിസിസോടുകൂടി കൃത്യമായ പോയിന്റുകളോടുകൂടിയുള്ള ആൻസർ ആക്കാൻ ശ്രമിക്കുക. അതല്ലാതെ കുറെ അധികം വേർഡ്സ് കൂടുതലുള്ള ഒരു ആൻസർ ആക്കാനല്ല നമ്മൾ ശ്രമിക്കേണ്ടത്. ഇനി നിങ്ങൾക്ക് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നത് പ്രിഡിക്റ്റീവ് പ്രാക്ടീസ് സെറ്റ് ആണ്. നിങ്ങൾക്ക് ഇത് സ്ക്രീൻഷോട്ട്സ് എടുക്കുകയോ അല്ലെങ്കിൽ പോസ് ചെയ്തതിന് ശേഷം അറ്റംപ്റ്റ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് പ്രാക്ടീസ് സെറ്റ് എ ആണ്, ഹൈ പ്രോബബിലിറ്റി പേപ്പർ ആണ്. ഇവിടെ നമ്മൾ ടോട്ടൽ ഓഫ് 7 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാക്ടീസിന് യൂസ് ചെയ്യാം. ഇതിനെ കൃത്യമായിട്ട് യൂസ് ചെയ്യാം. മാർക്ക് അനുസരിച്ച് തന്നെ ഓരോന്നും ആൻസേഴ്സ് ചെയ്യാം. ഞാൻ കുറച്ചു നേരം പോസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിന്റെ സ്ക്രീൻഷോട്ട്സ് എടുക്കുകയോ അല്ലെങ്കിൽ നമ്മളുടെ വീഡിയോസ് തന്നെ പോസ് ചെയ്ത് നോക്കിയതിന് ശേഷം അറ്റംപ്റ്റ് ചെയ്യാം. ഇതാണ് അതിന്റെ സെക്കൻഡ് പാർട്ട്. സെക്കൻഡ് പാർട്ടിൻസ് കണ്ടിന്യൂവേഷൻ ആണ്. 7 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ആകെ ഉള്ളത്. ഇതൊരു ഹൈ പ്രോബബിലിറ്റി പേപ്പർ ആണ്. നെക്സ്റ്റ് പ്രാക്ടീസ് സെറ്റ് ബി, ഒരു സർപ്രൈസ് റെഡി പേപ്പർ ആണ്. നിങ്ങൾക്ക് ഇത് നോക്കാം. മോസ്റ്റ് ഓഫ് ദി ടോപ്പിക്സും നിങ്ങൾക്ക് ഒരു 70% നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന പേപ്പർ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെയും നമുക്ക് 4 ക്വസ്റ്റ്യൻസ് ഉണ്ട് ആൻഡ് ഓൾസോ 7 ക്വസ്റ്റ്യൻസ് ഇപ്പുറത്തും ഉണ്ട്. സോ ടോട്ടൽ ഓഫ് 7 ക്വസ്റ്റ്യൻസിന്റെ പേപ്പർ ആണ്. നിങ്ങൾക്ക് ഇത് രണ്ടും അറ്റംപ്റ്റ് ചെയ്യുന്നത് വഴി ടൈം മാനേജ്മെന്റ് നടക്കുന്നുണ്ടോ, ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺസ് എങ്ങനെയൊക്കെയാണ് ആൻസർ ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഔട്ട്ലൈൻ സ്വയമേ പ്രൊഡ്യൂസ് ചെയ്തെടുക്കാനും സാധിക്കും. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ
ഓരോ ക്വസ്റ്റ്യനും അനുസരിച്ചിട്ടാണ് ആൻസേഴ്സ് കൊടുക്കേണ്ടത്. കൃത്യമായി പറഞ്ഞാൽ ഓരോ കാര്യങ്ങളും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന കുറച്ച് ആൻസർ റൈറ്റിംഗ് ടൂൾ കിറ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യാം. ഫസ്റ്റ്, ഒരു ആൻസറിനെ എങ്ങനെ സ്ട്രക്ചർ ചെയ്യണം? ഇൻട്രോ, ബോഡി, കൺക്ലൂഡ്, ഈ 3 കമ്പോണൻസ് ഉള്ള ഒരു ഫ്രെയിം വർക്കിന് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുക. ഇപ്പോഴും ഒരു 20 മാർക്ക് ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും മോസ്റ്റ്ലി. അതിലൊരു 500 to 600 വേർഡ്സിലുള്ള ആൻസേഴ്സ് കൊടുക്കാനായിട്ട് ശ്രമിക്കാം. അതിൽ ആദ്യത്തേത് 2 to 3 വരികളിൽ വിഷയം ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇൻട്രോ, ബോഡി ആൻഡ് കൺക്ലൂഡ്, ഈ 3 എലമെന്റ്സ് ആണ് നമ്മൾ ഒരു ആൻസർ സ്ട്രക്ചറിങ്ങിൽ കൊടുത്തിട്ടുള്ളത്. അതിൽ ഇൻട്രോ എന്ന് പറയുന്നത് ഒരു 2 to 3 സെന്റൻസിൽ നിങ്ങൾ അതിനെ കൺക്ലൂഡ് ചെയ്യാം. കീ കോൺസെപ്റ്റിനെ ഡിഫൈൻ ചെയ്യാം, ഇത് എന്തുകൊണ്ടാണ് മാറ്റർ ചെയ്യുന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം, ഇതിന്റെ സ്കോപ്പ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആ ഒരു ഇൻട്രോയിൽ തന്നെ പറഞ്ഞ് നമുക്ക് നിർത്താം. ബോഡി പാർട്ടിലേക്ക് വരുമ്പം 4 to 6 ഡിസ്റ്റിങ് പോയിന്റ്സ് ആയിട്ട് നിങ്ങൾ അതിനെ ആഡ് ചെയ്യാം. പ്രധാനപ്പെട്ട പോയിന്റുകൾ ഉദാഹരണ സഹിതം നിങ്ങൾ വിശദീകരിക്കാം. കൺക്ലൂഷനിലേക്ക് വരുമ്പോൾ അത് ഒരു 2 to 3 സെന്റൻസിൽ നിങ്ങൾ അതിനെ വൈൻഡ് അപ്പ് ചെയ്യാം. പ്രാധാന്യം വ്യക്തമാക്കുന്നതായിരിക്കണം എപ്പോഴും ഒരു കൺക്ലൂഷൻ. ഡിസ്കസ് എന്ന് ചോദിച്ചാൽ മെറിറ്റ്സും ഡിമെറിറ്റ്സും ബാലൻസ് ചെയ്ത് എഴുതണം. എക്സ്പ്ലെയിൻ എന്ന് ചോദിച്ചാൽ കാര്യങ്ങൾ ആഴത്തിൽ വിശദീകരിച്ച് എഴുതണം. നമ്മൾ പ്രോപ്പർലി ഈ തിയറി, ഡിസ്കഷൻ, ആൻസേഴ്സിന്റെ സ്ട്രക്ചറിങ് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. തിയറി ബേസ്ഡ് ആയിട്ടുള്ള ആൻസേഴ്സിൽ ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്യുക. തിയറി എന്താണ്, ആരുടെയാണ്, എവിടത്തെയാണ്, എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങൾ. ദെൻ എക്സ്പ്ലെയിൻ ദ കോർ കോമ്പോണൻസ്. എപ്പോഴും സ്റ്റേജസും കോർ കോമ്പോണൻസും നമ്മൾ കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്ത് നമ്മുടെ പ്രോപ്പർ ടെർമിനോളജീസ് എല്ലാം യൂസ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഡിസ്കസ് ദ പ്രാക്ടീസ് ആപ്ലിക്കേഷൻ ഫോർ മാനേജേഴ്സ്. പ്രാക്ടിക്കൽ ലെവലുള്ള ആപ്ലിക്കേഷൻസിനെ മെൻഷൻ ചെയ്യാം. അഡ്രസ് ലിമിറ്റേഷൻസ് ഓഫ് ക്രിറ്റിസിസംസ് മെൻഷൻ ചെയ്യാം. കണക്ട് ടു മോഡേൺ പ്രാക്ടീസ് ഓർ റിലേറ്റഡ് തിയറി. കറന്റ് ഐഡിയ എന്താണ്, കറന്റ്ലി ഏത് സ്റ്റേജിലാണ് നിൽക്കുന്നത് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യാം, അത് മെൻഷൻ ചെയ്തു പോവാം. എഗെയിൻ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാണ്. ഡിസ്കസ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു ബാലൻസ് അനാലിസിസ് ആയിരിക്കണം. എക്സ്പ്ലെയിൻ എന്ന് പറയുന്ന സമയത്ത് അതിന്റെ ഡെപ്തില് ക്ലാരിറ്റിയോടുകൂടി കമ്പോണൻസിലെ കൃത്യമായിട്ട് ബ്രേക്ക് ചെയ്ത് ഹൗ ദേ ആർ ഇന്റർ കണക്റ്റഡ് എന്നുള്ളതെല്ലാം കൃത്യമായിട്ട് എന്ത് ചെയ്യാം, ഇവാലുവേറ്റ് ചെയ്ത് ആൻസർ ചെയ്യാം. ആൻഡ് ഈ ഡിസ്കസ് ആൻസേഴ്സ് എപ്പോഴും ഒരു ന്യൂട്രൽ ലെവലിലായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ആൻസേഴ്സ് പ്രസന്റ് ചെയ്യേണ്ടത്. ഇതെല്ലാം ഞാൻ പറഞ്ഞതിന് ശേഷം നിങ്ങൾ ഒരു എക്സാം അപ്പിയർ ചെയ്യുന്ന സമയത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3ാമത്തെ കാര്യമാണ് ടൈം മാനേജ്മെന്റ്, ഡ്യൂറേഷൻ. ടൈം മാനേജ്മെന്റ് ഡ്യൂറിങ് ദ എക്സാംസ്. പരീക്ഷാ ഹാളിലെ സമയം എങ്ങനെ മാനേജ് ചെയ്യാം നമുക്ക്? ആദ്യത്തെ 5 മിനിറ്റിൽ എല്ലാ ചോദ്യങ്ങളും വളരെ കെയർഫുള്ളി വായിക്കുക. എന്തൊക്കെ ചോദ്യങ്ങൾ ഏതൊക്കെ പോർഷനിൽ വന്നിട്ടുണ്ട് എന്ന് റിക്കളക്ട് ചെയ്യാം. നെക്സ്റ്റ് ഒരു 30 മിനിറ്റ്സ് ഓരോ ഉത്തരത്തിനും 30 മിനിറ്റ് വീതം കൊടുത്ത് ബോഡി പാർട്സ്, കൺക്ലൂഷനും ഒക്കെ ആയിട്ട്, അതായത് ഇൻട്രൊഡക്ഷൻ, ബോഡി ആൻഡ് കൺക്ലൂഷൻ ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസിനും 4 to 6 പോയിന്റ്സ് ബോഡി പാർട്സിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരു 30 മിനിറ്റ്സ് എല്ലാ ക്വസ്റ്റ്യൻസിനും കൊടുക്കുക. ആ 30 മിനിറ്റ്സിൽ തന്നെ ആ ഒരു എൻറ്റയർ ക്വസ്റ്റ്യനെ ഡ്രാഫ്റ്റ് ചെയ്ത് തീർക്കുക. നെക്സ്റ്റ് 6 മിനിറ്റ്സ് ഇപ്പോൾ എഴുതിയിരിക്കുന്നതിന്റെ ക്ലാരിറ്റി, മിസ്സിംഗ് വേർഡ്സ് എന്തെങ്കിലും ഉണ്ടോ, കറക്ഷൻസ് പോലെയുള്ള ചെറിയ റിവ്യൂസിന് വേണ്ടി കൊടുക്കാം. നെക്സ്റ്റ് 15 മിനിറ്റ്സ് ഫൈനൽ റിവ്യൂ. എല്ലാ ആൻസേഴ്സും റിവ്യൂ ചെയ്യാം. ചെറിയ ചെറിയ കറക്ഷൻസ് മാത്രം അവിടെ കൊടുക്കാനായിട്ട് മാറ്റിവെക്കാം. ഒരിക്കലും റീറൈറ്റ് ചെയ്യാതിരിക്കാം. എഗെയിൻ വീണ്ടും നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്, ക്വാളിറ്റി ഈസ് ഓവർ ക്വാണ്ടിറ്റി. ഒരു വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള 400 വേർഡ്സ് ആൻസർ ശരിക്കും അതിൽ പോയിന്റ് ആണ്, അതിൽ കണ്ടന്റ്ഫുൾ ആണ് എന്നുണ്ടെങ്കിൽ 800 വാക്കിൽ കൂടുതലുള്ള ഒരു റാംപ്ലിംഗ് ആയിട്ടുള്ള 800 വേർഡ്സിൽ കൂടുതലൊക്കെയുള്ള കണ്ടന്റിനേക്കാൾ കണ്ടന്റ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവില്ല. എപ്പോഴും പോയിന്റുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ എന്നൊരു കാര്യത്തിന് മാത്രം എപ്പോഴും എന്ത് ചെയ്യുക, പ്രയോറിറ്റി കൊടുക്കുക. ഇവിടെ ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുകളും ക്വസ്റ്റ്യൻ ബാങ്കും ഒക്കെ നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഐഡിയ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ്. ഈ മോഡൽ പേപ്പറുകളും ഗോൾഡൻ ക്വസ്റ്റ്യൻസും കംപ്ലീറ്റ് ആൻസർ ബ്ലൂ പ്രിന്റ് ലേൺ വൈസിന്റെ ആപ്പിൽ നമ്മൾക്ക് ലഭ്യമാണ്. കൂടാതെ ലേൺ വൈസ് മെന്റർഷിപ്പും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്ത എല്ലാ സർവീസസും നിങ്ങൾക്ക് ലേൺ വൈസിന്റെ ആപ്പിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ലേൺ വൈസ് ഇക്കോസിസ്റ്റത്തിൽ ജോയിൻ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുകയോ
അല്ലെങ്കിൽ വിളിക്കുകയോ ചെയ്താൽ മതി. നിങ്ങൾക്ക് കൃത്യമായി നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ പ്രിപ്പറേഷനെ പ്രോപ്പർലി ചാനൽ ചെയ്യാൻ പറ്റും. സോ വിത്ത് ദാറ്റ് ഐ എം കൺക്ലൂഡിംഗ് ദിസ് പ്രസന്റേഷൻ. എല്ലാ വിദ്യാർത്ഥികൾക്കും നല്ലൊരു പരീക്ഷാ വിജയം ആശംസിക്കുന്നു. താങ്ക് യു. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലെൻവോയ്സിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.